നമ്മുടെ വീട്ടിലെ മിക്സർ ഗ്രൈൻഡറിൻ്റെ ജാറിൻ്റെ ബ്ലേഡൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് മാറി ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ കപ്ലർ ഊരി എടുക്കണം. ഇനി നമുക്ക് ബ്ലേഡാണ് ഇതിൻ്റെ അന്ന് ഊരി മാറ്റേണ്ടത്. അപ്പോൾ ഇതാണ് ഒടിഞ്ഞ ബ്ലേഡ്. ഇതിൻ്റെ ഈ ലീഫാണ് ഒടിഞ്ഞു പോയേക്കണേ. അപ്പോൾ ഈ ബ്ലേഡ് ഊരി എടുക്കാനായിട്ട് നമ്മൾ ഷാഫ്റ്റിൽ പിടിച്ച ശേഷം പ്ലെയർ ഉപയോഗിച്ച് ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ഊരിപ്പോരും. ഈ നെട്ട് ഊരിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ബ്ലേഡ് ഊരിപ്പോരും. ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റ് വരുന്നത്. പിന്നെ ഷാഫ്റ്റിൻ്റെ ത്രെഡ് പോയിട്ടുണ്ട്. ബ്ലേഡ് മാറിനപ്പം ഷാഫ്റ്റോടെ മാറിയില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടില്ല. ആ സെയിം തന്നെ ഷാഫ്റ്റും ബ്ലേഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ബ്ലേഡൊക്കെ അഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം തന്നെ ബ്ലേഡ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളിവിടെ സെയിം ഹൈറ്റുള്ള ഷാഫ്റ്റും സെയിം തന്നെ ബ്ലേഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഒരു സൈഡ് സ്ക്വയറാണ്, അപ്പോൾ നമ്മുടെ ബ്ലേഡ് സ്ക്വയറാണ്. അപ്പോൾ നമ്മളത് ഇറക്കി വെച്ച ശേഷം അപ്പോൾ പ്ലെയർ ഉപയോഗിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷാഫ്റ്റിൽ ബ്ലേഡ് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ജാറിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇറക്കി വെച്ച ശേഷം ഇവിടെ ബ്ലേഡ് ജാറയിൽ വരെയുണ്ട്. അപ്പോൾ ബ്ലേഡിന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ 2 വാഷർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ജാറയിൽ വരെയുള്ള ഫ്രീ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി കപ്ലറാണ് സെറ്റ് ചെയ്യേണ്ടത്. അടിഭാഗത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇളക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാഷറിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കപ്ലർ സെറ്റ് ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം.